അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തമ്പനിയിൽ കണ്ടാൽ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ താമസിക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ വീഡിയോ. പക്ഷേ എൻ്റെ വോയിസിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുൻവശത്തുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മുമ്പിൽ തോട്ടമാണ്, കവുങ്ങും തെങ്ങും വാഴയും കാര്യങ്ങളും കൃഷിയൊക്കെയാണ്. പിന്നെ കുറച്ച് പൂച്ചെടികളും കാര്യങ്ങളാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മുറ്റത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്, പുറത്തോട്ടുള്ള വീഡിയോ. ഇതാ ആ കാണുന്നതാണ് നമ്മൾ തുണി നനക്കുന്ന കല്ല്. പിന്നെ തോട്ടത്തിലാണ് കേട്ടോ. പിന്നെ കിണർ വരുന്നത് നമ്മൾ വീട്ടാവശ്യത്തിനും കാര്യങ്ങൾക്കും വെള്ളം എടുക്കുന്ന കിണർ തോട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ ശേഷമാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വിഷു എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചോ. നമുക്ക് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ഈ വർഷം വിഷു ചെറിയ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആഘോഷിക്കാനൊന്നും പറ്റിയ സാഹചര്യം ആയിരുന്നില്ല, അമ്പലത്തിൽ നിന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ മുൻവശം വരുന്നത്. വീടിനെ പറ്റി പറയുകയാണെങ്കിൽ മുകളിൽ പകുതി ഭാഗം ഓടാണ്, ഓട് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് പിന്നെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ മാത്രമല്ല സാധാരണ പഴയ വീടാണ്, കട്ട വെച്ചിട്ടുള്ള വീടാണ്, മണ്ണിൻ്റെ കട്ട കൊണ്ട് ഉണ്ടാക്കിയ വീട്. പകുതി സ്ഥലത്ത് തേച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടയിൽ. പിന്നെ ചില സ്ഥലത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല, കട്ട വെച്ചത് മാത്രമാണ്. പിന്നെ വീടിൻ്റെ മുകളിലാണെങ്കിൽ ചെറിയ രീതിയിൽ സീലിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് തനി നാട്ടിൻപുറമാണ് കേട്ടോ. ശരിക്കും നാട്ടിൻപുറത്തുള്ള ഒരു വീടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ വീട്ടിന് ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാ മിറ്റമാണ്. മുറ്റത്ത് ഈ ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ കട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കട്ടിലാണ്, പൊളിഞ്ഞപ്പോൾ അത് പുറത്ത് വെച്ചതാണ്. അകത്ത് വേറെ കട്ടിലിട്ട സമയത്ത് അത് പുറത്ത് വെച്ചതാണ്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഏകദേശം ചെറിയ വീടാണെങ്കിൽ പോലും, കുഞ്ഞു വീടാണെങ്കിൽ പോലും മുറ്റം ഉണ്ടാവലുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. വീടുണ്ടെങ്കിലും മുറ്റമില്ലാത്ത ഒരു വീട് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഭാഗത്തൊക്കെ മുറ്റം നിർബന്ധമാണ്. അങ്ങനെ ഇത് മുറ്റത്തുനിന്ന് നേരെ പോകുന്നത് നീളത്തിലുള്ളൊരു വരാന്ത എന്നോ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ ഒരു സൈഡ് വലതുവശത്തായിട്ട് ചെറിയ പുറത്തോട്ടായിട്ട് ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു റൂമാണ്, കുഞ്ഞു റൂമാണ്. 4 റൂമാണ് കേട്ടോ മൊത്തം ഉള്ളത്. മൊത്തം 4 റൂം. അതിൽ 3 ഉപയോഗിക്കുന്നതും ഒരു റൂം സാധനങ്ങളും കാര്യങ്ങളും വെക്കുന്ന വേണ്ടിയിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മുറ്റത്തുനിന്ന് അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ നേരെ കാണുന്നതാണ് നമ്മൾ അകത്തോട്ടില്ല നമ്മളെ വീടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്, ഉൾഭാഗം അതാണ് കേട്ടോ, നേരെ കാണുന്നതാണ്. പിന്നെ ഈ സൈഡിലാണ് ഞാൻ പറഞ്ഞ മറ്റേ റൂം. അപ്പോൾ ഈ റൂം നമ്മൾ കിടക്കാനൊന്നും ഉപയോഗിക്കാത്ത റൂമാണ് കേട്ടോ. മുൻപൊക്കെ കിടക്കാനെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്, ഇപ്പോൾ കിടക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ റൂമിൽ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ പാർട്സും കാര്യങ്ങളും ആട്ടെ, പിന്നെ നമ്മൾ അടക്ക, പിന്നെ വേണ്ടാത്ത ഡ്രസ്സ് കാര്യങ്ങൾ, വേണ്ടാത്തതെന്നല്ല അത്യാവശ്യം നമ്മളെടുക്കുന്ന കത്തി, എന്താ പൊട്ടിയ കസേര, പിന്നെ നമ്മളെ ഇൻവേർട്ടർ, പിന്നെ ഒരു ടേബിള്, പിന്നെ കുപ്പി കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെയാണ് ഈ റൂമിനകത്ത് ഉള്ളത്. അകത്തോട്ട് പോയിട്ട് കാണിക്കാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഈ റൂമിൻ്റെ തന്നെ മുൻവശത്താണ് ഞാൻ പറഞ്ഞ വരാന്ത, സിറ്റൗട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഫാൻ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതാണ് നേരെ കാണുന്ന നമ്മളെ ഈ ഒരു നീളത്തിലുള്ള വരാന്ത. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു കസേര വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊരു കസേര, പിന്നെ ഒരു കുഞ്ഞ് ടേബിള്, പിന്നെ ഇതിൽ നേരെ കാണുന്നില്ലേ നീല ടർപ്പായി ഇട്ടിട്ടില്ല, നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ വെക്കുന്ന വിറക് വരെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ സൈഡ് കാണുന്ന ആ ഒരു വാതിൽ ഡോറെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇത് നമ്മളെ TV സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അകത്ത് വേറെ TV വെച്ച സമയത്ത് ഈ TV സ്റ്റാൻഡും ടി വി വേറെ വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ TV സ്റ്റാൻഡ് പുറത്തോട്ട് വെച്ചതാണ് കേട്ടോ. പുറത്തോട്ടാണെങ്കിൽ ഇതിലില്ലാത്ത സാധനങ്ങളില്ല, മക്കളെ കുറേ ബുക്കും കാര്യങ്ങൾ, പിന്നെന്താ അധികം ഉപയോഗിക്കാത്ത ചെരുപ്പ് കാര്യങ്ങൾ, പിന്നെ ഒന്നാമത് വെച്ചാൽ മക്കളുടെ കുറേ കളിപ്പാട്ടങ്ങൾ, ഇല്ലാത്ത കളിപ്പാട്ടങ്ങൾ, അവരെ കളിസ്ഥലം എന്ന് വേണമെങ്കിൽ ആ സ്ഥലത്തിനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കേട്ടോ അടുത്ത കാര്യങ്ങൾ. അടുത്ത് നമ്മൾ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാന്ന് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ വീടിൻ്റെ പിന്നെ നേരെ ആയിട്ടാണ് കേട്ടോ പൂജാ റൂം വരുന്നത്. പടിഞ്ഞാറ്റാ പൂജാ റൂം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കയറി വരുന്ന സമയത്ത് തന്നെ പൂജാ റൂമിൻ്റെ ഇവിടെ പകുതി ഡോറ് വെച്ചിട്ടുണ്ട്. പൂജാ റൂമിന് ശരിക്കും പറഞ്ഞാൽ അതിന് ഡോറില്ല. അപ്പം പകുതി ഡോറാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കിങ്ങിണിയും കുഞ്ഞാറ്റൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നേരെ പോവും, ഓടിക്കളിക്കുന്ന ആ ഒരു കുഞ്ഞു പ്രായമുണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ നേരെ പോകുന്നത് വാതിലില്ലാത്തത് കൊണ്ട് തന്നെ പൂജാ റൂമിലേക്കാണ്. പൂജാ റൂമിൽ പോയിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് പോയിട്ട് തൊട്ട് കൈ പൊള്ളിക്കുക, അല്ലെങ്കിൽ വിളക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടുക, അല്ലെങ്കിൽ അവിടെ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിട്ട് മറിക്കുക. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം കലാപരിപാടികളായി നമ്മളെ മക്കൾക്ക് ഉണ്ടായിരുന്നു ചെറുതായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊരു കുഞ്ഞു പൂജാമുറിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദൈവങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നടുഭാഗത്തായിട്ട്. പിന്നെ നമ്മളിവിടെ നിലവിളക്കല്ല, തൂക്കുവിളക്കാണ് കേട്ടോ കൂടുതൽ നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.
തൂക്ക് വിളക്കാന്ന് കേട്ടോ. നിലവിളക്ക് ഇതാ താഴെ വെച്ചിട്ട് കണ്ടോ കിണ്ടിയുടെ അടുത്ത്. പിന്നെ ഈ ഒരു സൈഡിൽ ഉരുളിയുണ്ട്. പിന്നെ ഉണ്ണിയപ്പമൊക്കെ ചുടുന്ന നമ്മളെ കാരയപ്പമൊക്കെ ചുടുന്ന കാരയുണ്ട്. പിന്നെ സൈഡ് വെള്ളരിക്ക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, കുറേ പാത്രങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ മിക്സിയുടെയും മറ്റ് സാധനത്തിൻ്റെ എല്ലാം കവറ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂജാ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഈ ഹാള് വരുന്നത്, അകത്തുള്ള ഹാള് നീളത്തിലാണ് കേട്ടോ വരുന്നത്. ആ നീളത്തിലുള്ള ഹാളിൻ്റെ ഒരു സൈഡ് 2 റൂം, വലത്ത് ഭാഗത്ത് 2 റൂമും ഇടത് ഭാഗത്ത് 1 റൂമും. പിന്നെ ഇടത് ഭാഗത്ത് നിന്ന് നേരെ പോകുന്നത് അടുക്കളയിലോട്ടുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ ടി വി മാറ്റി വെച്ചില്ല. ആടെ ടി വി ഇപ്പോൾ വെച്ച സ്ഥലത്താണ് നമ്മളെ മുമ്പത്തെ ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അതാണ് ആടെയാണ് കേട്ടോ ഉണ്ടായത്. അതിപ്പോൾ പുറത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇതാ ഹാള് ഞാൻ പറഞ്ഞില്ലേ, നീളത്തിലെ ഹാളാണ്. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ വശത്ത് സീലിംഗ് അടിച്ചിട്ടുണ്ട്. സീലിംഗ് അടിച്ചുകൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടോ. പൊടിയൊന്നും വീഴുന്നില്ല. അത് വലിയ ഒരു ഉപകാരമാണ് കേട്ടോ സീലിംഗ് അടിക്കുന്നത്. നിലത്താണെങ്കിൽ കാവിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്താ വീടിൻ്റെ ഈ ഒരു വലതുവശമാണ്. വലതുവശത്ത് ഇവിടെ ഒരു ചാരുകസേര ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു മക്കളെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളും ആ ഒരു സൈഡിൽ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു കസേര വെച്ചിട്ടുണ്ട്. അടുക്കളയിലും പൂജാ റൂമിലും പിന്നെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന മറ്റ് റൂം പോലത്തെ എവിടെയും മാത്രമാണ് നമ്മൾ സീലിംഗ് ഇല്ലാത്തത്. ബാക്കി എല്ലായിടത്തും സീലിംഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വലതുവശത്ത് തന്നെ ആയിട്ടുള്ള 2 റൂമിൽ നിന്ന് ആദ്യത്തെ റൂം കണ്ടാലോ. അപ്പോൾ ഈ റൂമാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഒരു കുഞ്ഞു റൂമാണ്. ആ റൂമിൽ ഒരു സൈഡ് ഷെൽഫ് വെച്ചിട്ടുണ്ട്, ഈ ഒരു സൈഡ് കട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു കപ്പാട്ട്, എന്താ പറയണ്ടേ, സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു 3-4 തട്ടിൽ സാധനങ്ങൾ വെക്കുന്ന ഒരു സംഭവമാണ്. അതിൽ പിന്നെ മക്കളുടെ കാര്യങ്ങൾ, വള മാല അങ്ങനത്തതൊക്കെയും പിന്നെ അതിൻ്റെ മുകളിൽ മരുന്ന് കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് വെച്ച്. ഈ സൈഡ് ഒരു കലണ്ടറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഷെൽഫിൻ്റെ മുകളിൽ സാധനം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ എല്ലാം ഷെൽഫിൻ്റെ മുകളിലാണ് ബാക്കി നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഒരു ഇട്ടിട്ടുണ്ട് തുണിയൊക്കെ ഇടുന്നത്. പിന്നെ ഈ ഒരു സൈഡ് 2 ജനലാണ് വരുന്നത്. പിന്നെ ഈ സൈഡ് ഒരു ഫാൻ ഫിറ്റാക്കിയിട്ടുണ്ട്. അത് ഫിറ്റാക്കിയ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ചൂട് കാലത്തൊക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാകലുണ്ട് നമുക്ക്. ഇത് സാധാരണ ഒരു കട്ടിൽ, പിന്നെ ഒരു പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലമില്ലാത്തത് കൊണ്ട് പായും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ റൂമിൽ. അപ്പോൾ ആ റൂമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ കാണുന്നത് ഈ ഒരു റൂമാണ്. ഈ ഒരു റൂമിലും അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കട്ടിലിട്ടിട്ടുണ്ട്. സാധാരണ ഒരു കട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൊരു കൂളർ, പിന്നെന്താ പലകയിൽ കുറച്ച് സാധനം, ഇവിടെ ഒരു അയക്കോലിൽ 2 തുണി ഇങ്ങനെ ആറിയിടാൻ അത്യാവശ്യം ഇടാനുള്ള സംഭവം. പിന്നെ ജനലുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കപ്പാട്ടാണ്, എന്തെങ്കിലും സാധനങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കപ്പാട്ട്. പിന്നെ ഷർട്ടൊക്കെ തൂക്കുന്ന അങ്ങനെ ഒരു സ്ഥലം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൂമിൽ. ഈ റൂമിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാൻ നമ്മൾ ഈ ഹാളിൻ്റെ സൈഡിൽ ചുമരൊക്കെ കണ്ടോ, നിറച്ചും ചിത്രങ്ങൾ വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ചിത്രമെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. വരയ്ക്കുന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടേ ഇല്ലൂ കേട്ടോ വേറെ ആരും. കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ചുമര് ബാക്കിയേ ഇല്ല വീടിൻ്റെ, ഒരു സ്ഥലം പോലും ഇല്ല. അപ്പോൾ ആ സൈഡിൽ 2 റൂം ആ സൈഡിലുണ്ടായത് നമ്മൾ കണ്ടു. ഇനി വേണമെന്ന് ഇപ്പുറത്തെ റൂമാണ്, നമ്മുടെ 3ാമത്തെ റൂമാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലേ നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. സാധാരണ ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരു ബെഡുണ്ട്, പിന്നെ ഒരു ഷെൽഫുണ്ട് സാധാരണ, പിന്നെ ഒരു ബക്കറ്റ്, പിന്നെ ഒരു അയക്കോല് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു ജനലുണ്ട്. പിന്നെ ഈ സൈഡിലൊരു കപ്പാട്ടുണ്ട് കേട്ടോ. ആ കപ്പാട്ടിൽ ഇതുപോലെ, അയ്യോ ലൈറ്റ് ഇല്ല ഈ സൈഡ്, ഞാൻ ഒന്ന് ലൈറ്റ് ഇടട്ടെ, ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം. ഈ സൈഡിൽ നമ്മളെ കപ്പാട്ടാണ്. കപ്പാട്ടിലൊന്നുമില്ല, പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ റൂമിൻ്റെ ചുമരിലും ഒട്ടും സ്ഥലം ബാക്കിയില്ല. കാരണം എഴുത്തും കുറിയും ചിത്രവും ഇല്ലാത്ത ഒരു റൂം പോലും, ഒരു ചുമര് പോലും നമുക്ക് ഈ വീട്ടിലില്ല കേട്ടോ. കാരണം അത്രയേറെ പിള്ളേർ വരച്ചിട്ടിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ 2 കുഞ്ഞു മക്കളായതുകൊണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കുകയും ചെയ്യില്ല വരക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്രായമല്ലേ, അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ 3 റൂം നമ്മൾ കണ്ടു, ഹാള് കണ്ടു, പൂജാ റൂം കണ്ടു. പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് അടുക്കളയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്തിന് എന്ത് പറയുക അതറിയില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡ് ചെറിയൊരു ജനലുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്തെ സീലിംഗ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് നമ്മളെ ബക്കറ്റാണ് കേട്ടോ. കുറേ ബക്കറ്റ് ഉണ്ട്. പച്ചരി, പുഴുങ്ങലരി, ചുവന്നരി എന്ന് പറഞ്ഞ കണക്ക് എല്ലാ അരികളൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റ്. പിന്നെ ഇതിൽ നമ്മൾ ചെറുപയർ, കടല, പയർ, പരിപ്പ് ഇങ്ങനത്തെ എല്ലാം സാധനം ഇതിലാണ് ഇട്ടിട്ടില്ല. അപ്പോൾ തീരാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങണം അത്രേ. അപ്പോൾ ഈ വീട്ടിൽ ഈ വക സാധനങ്ങൾ ഇടുന്ന പാത്രങ്ങളൊക്കെ ഒരിക്കൽ നിറഞ്ഞ് കാണുമ്പോഴാട്ടോ സന്തോഷം. കുറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് വാങ്ങി വെച്ചിട്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ഈ സൈഡും അതെ ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ കുരിയുണ്ട്, കുരിയയിലുള്ള പഴവും പിന്നെ നമ്മളെ മുന്തിരി അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുന്നത്.
പിന്നെ ഈ സൈഡിലോട്ടാണ് നമ്മൾ അടുക്കള വരുന്നത്. അടുക്കള നീളത്തിലാട്ടോ വരുന്നത്. അടുക്കളയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നീളത്തിലാണ് കേട്ടോ നമ്മൾ അടുക്കള വരുന്നത്. അടുക്കള തേച്ചിട്ടൊന്നുമില്ല, കട്ട വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീടിന് ടോയ്ലറ്റ് വരുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.